ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഇസ്രായേൽ ജനം യാത്ര തുടരുമ്പോൾ മോവാബ്യ ദേശത്തു കൂടി കടന്നു പോകേണ്ടി വരുന്നു. മോവാബ്യ ദേശത്തിൻ്റെ രാജാവായിരുന്ന ബാലാക്ക് ഇസ്രായേലിനെ കുറിച്ച് കേട്ടു. കാരണം ഇതിനു മുൻപ് പല രാജാക്കന്മാരെയും ഇസ്രായേൽ ജനം യുദ്ധത്തിൽ തോൽപ്പിച്ച വിവരങ്ങളൊക്കെ ഈ ബാലാക്ക് അറിഞ്ഞിട്ട് അദ്ദേഹം ഭയപ്പെട്ടു. ഇസ്രായേലിനോട് എതിർക്കുക അത്ര എളുപ്പമല്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ദൈവത്തിൻ്റെ പ്രവാചകനായ ബിലിയാം എന്ന് പറയുന്നൊരു മനുഷ്യനെ വിളിച്ചുകൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തെ ശപിച്ച് ഇല്ലാതാക്കുവാൻ അദ്ദേഹം ഇവിടെ ശ്രമിക്കുകയാണ്. അദ്ദേഹം അതിനുവേണ്ടി ആളുകളെ അയച്ചു. അപ്പോൾ ദൈവം ബിലിയാമിനോട് പറഞ്ഞു, ബിലിയാം പറഞ്ഞാൽ ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ. ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ബിലിയാം പറഞ്ഞു, എനിക്ക് വരാൻ സാധിക്കുകയില്ല. അവരനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജനമാണ്, ദൈവജനമാണ്. അവർക്കെതിരായിട്ട് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ആ ആളുകൾ അങ്ങ് തിരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ ബാലാക്ക് രാജാവ് അവിടുത്തെ പ്രമാണിമാരെ, ശ്രേഷ്ഠന്മാരായ ആളുകളെ അയച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനൊരു കാര്യം ചെയ്താൽ നിനക്ക് ധാരാളം ധനവും സ്ഥാനമാനങ്ങളൊക്കെ ഞങ്ങൾ നിനക്ക് നൽകാം. അപ്പോൾ അതിലെ ബിലിയാം അല്പം ആ പ്രലോഭനത്തിൽ അവൻ്റെ മനസ്സൽപ്പം അത് ചഞ്ചലപ്പെട്ടു. അവൻ വീണ്ടും ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്, ഞാൻ പോകണോ വേണ്ടയോ എന്ന്. ആദ്യം ദൈവം വിലക്കിയതാണ്. പക്ഷെ അവൻ്റെ ധനമോഹം, സ്ഥാനമാനങ്ങളോടുള്ള അവൻ്റെ ആഗ്രഹം അവന് വീണ്ടും ദൈവത്തോട് ചോദിക്കുവാൻ കാരണമായി. ദൈവം അവനോട് പറയുന്നത്, നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ, പക്ഷെ ഞാൻ പറയുന്നതനുസരിച്ചല്ലാതെ ഒന്നും പ്രവർത്തിക്കരുത്. എന്തുകൊണ്ടാണ് ദൈവം ഇവിടെ ബിലിയാമിനെ പോകാൻ അനുവദിക്കുന്നത്? കാരണം മനുഷ്യൻ്റെ ആഗ്രഹത്തിന് ദൈവം എപ്പോഴും ഒരു തടസ്സമാവില്ല. അതിനാണ് നമുക്ക് ഫ്രീ വിൽ, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയത്. തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മുടേതാണ്. ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് പറഞ്ഞാൽ ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കറിയാം. ആ മകൻ അപ്പനോട് സമ്പത്ത് ചോദിച്ചപ്പോൾ അപ്പൻ കൊടുക്കാതിരുന്നെങ്കിൽ ആ സമ്പത്ത് നശിക്കത്തില്ലായിരുന്നല്ലോ. പക്ഷെ അവൻ്റെ അവകാശം ചോദിച്ചപ്പോൾ അപ്പനത് വിട്ടുകൊടുക്കുകയാണ്. അത് വാങ്ങാനും അതനുസരിച്ച് ജീവിക്കാനുള്ള ഉത്തരവാദിത്വം അവനുണ്ട്. അവനാണിത് ചെയ്യേണ്ടത്. ഇതുവരെയാണ് ദൈവം, നമ്മൾ ഒരു കാര്യം വേണമെന്ന് അമിതമായി ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരു പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അത് നമുക്കത് വിട്ടുതരും. ബലപ്രയോഗത്തിലൂടെ ദൈവം ആരെയും തൻ്റെ മക്കളാകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവസ്നേഹം എന്തെന്നുള്ളത് തിരിച്ചറിഞ്ഞ്, ദൈവികമായ ശക്തിയും പദ്ധതിയും എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനോട് പ്രതികരിക്കുകയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മൾ പ്രവർത്തിച്ചിട്ട് ദൈവികമായ വ്യാഖ്യാനങ്ങളൊക്കെ അതിന് നൽകി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നവരല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. ദൈവിക ശുശ്രൂഷയിലുള്ളവരും ഒക്കെ ഈ ബിലിയാമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവനെ ഇത് ധനമോഹമാണ്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നുള്ള പ്രലോഭനം, അതിൽ ബിലിയാം വീണു പോകുകയാണ്. അപ്പം അത് കഴിഞ്ഞ് പൊക്കോളാൻ ദൈവം പറഞ്ഞ അനുസരിച്ച് അവൻ പിറ്റേ ദിവസം രാവിലെ കഴുതപ്പുറത്ത് കയറി പോകുകയാണ്. പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ദൈവം ദൂതനെ അയച്ച് ഒരിക്കൽ കൂടി അവനെ തടയാൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. ബിലിയാമിന് ദൂതനെ കാണാൻ സാധിക്കുന്നില്ല. കാരണം ധനമോഹവും സ്ഥാനമാനങ്ങളോടുള്ള അവൻ്റെ ആഗ്രഹവും അവനെ അന്ധനാക്കി കളഞ്ഞു. എന്നാൽ ഈ ധനമോഹോ സ്ഥാനമാനങ്ങളോ ആഗ്രഹിക്കാത്ത മിണ്ടാപ്രാണിയായ അശുദ്ധ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെട്ട
കഴുത ദൈവദൂതനെ കണ്ടു. അതാണ് വിവേക ബുദ്ധിയുള്ള ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നൽകിയ മനുഷ്യൻ ധനത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അന്ധതയിലേക്ക് പോകുമ്പോൾ മിണ്ടാപ്രാണികൾക്ക് അത് കാണാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവിനെ പ്രസവിക്കുവാൻ പരിശുദ്ധ അമ്മ ചെന്നിടത്തൊക്കെ സത്രത്തിൻ്റെ വാതിൽ അവിടെ അടയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ മിണ്ടാപ്രാണികൾ ഒരു എതിരും അവിടെ പറഞ്ഞില്ല. നമ്മുടെ കർത്താവിനെ ഗുഹയിൽ പ്രസവിച്ച് മിണ്ടാപ്രാണികളുടെ ഇടയിൽ പശുത്തൊഴുത്തിൽ അവനെ എടുത്തു കിടത്തുകയാണ്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ വിളിക്കപ്പെട്ട വിളി എന്താണ്, നമ്മുടെ ദൗത്യം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ പിന്നാലെ പോകുന്നതാണ് ഇന്ന് സഭയിലും സമൂഹത്തിലൊക്കെ നേരിടുന്നതായ വലിയ പ്രശ്നങ്ങളെന്നും നമുക്കറിയാം. ഈ വിവേകബുദ്ധിയുള്ള മനുഷ്യന് ഇതിന് ദൈവദൂതനെ കാണാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. വിവേകബുദ്ധിയില്ലാത്ത മൃഗം പോലും ദൈവദൂതൻ പറയുന്നത് കേൾക്കുവാനും അവൻ്റെ യജമാനനായ ആ ബിലിയാമിനോട് സംസാരിക്കാനും മിണ്ടാപ്രാണിക്ക് ഇവിടെ ശക്തി ലഭിക്കുകയാണ്. ഇതാണ് ദൈവം അനുഗ്രഹിച്ചാൽ, ദൈവം മനസ്സ് വെച്ചാൽ ഏത് മൃഗത്തിനും സംസാരിക്കാൻ പറ്റും. വേണമെങ്കിൽ ബൈബിളിലെ ആദ്യത്തെ ഭാഷാപരമെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. സംസാരശേഷിയില്ലാത്ത, ഭാഷ എന്തെന്നറിയാത്ത അശുദ്ധ മൃഗങ്ങളിൽപ്പെട്ട കഴുത ഒരു ദൈവപുരുഷനോട്, ദൈവപ്രവാചകനോട്, അഭിഷേകം ചെയ്യപ്പെട്ടവനോട് സംസാരിക്കേണ്ടതായ ഒരവസ്ഥ. പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കണം, കഴുത എന്നും ഇങ്ങനെ സംസാരിക്കില്ല. പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ ആ ഒരു അവസരം ലഭിക്കുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് ദൈവിക നൽവരങ്ങൾ പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിച്ചേക്കാം. അതെന്നും നമ്മൾ അതുപോലെ തന്നെ നിലനിൽക്കണമെന്നില്ല. അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അനുസരിച്ചിരിക്കും. അപ്പോൾ ബിലിയാമിൽ നിന്നൊരു വലിയ പാഠം നമുക്ക് പഠിക്കാനിടയായിത്തീരണം. ദൈവം നമ്മളെ വിളിച്ച ദൈവിക വിളിക്ക് വിധേയമായി. ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിളികളാണ്. വൈദികനാകാനുള്ള വിളിയുണ്ട്, സുവിശേഷകനാകാനുള്ള വിളിയുണ്ട്, അപ്പനാകാനുള്ള വിളിയുണ്ട്, അമ്മയാകാൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ മേഖലകളും ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ദൈവവിളിയാണ്. അവിടെ ദൈവഹിതമനുസരിച്ച് നീതിബോധത്തോടും ദൈവാനുഭവത്തോടും പ്രവർത്തിക്കാൻ നമുക്കിടയായിത്തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിലിയാമിൻ്റെ ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ, സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും പിന്നാലെ ഓടി നടക്കാതെ, ഇതെല്ലാം നമ്മൾ മരിക്കുന്നതോടുകൂടി അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അവസാനം നമുക്ക് ദൈവത്തോടുള്ള ബന്ധം മാത്രമേ നമുക്ക് സമ്പത്തായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധ്യത്തോടെ ആ ദൈവത്തെ സമ്പാദിക്കുവാൻ നമുക്കിടയായിത്തീരണം. നമ്മുടെ വേദപുസ്തക വായനകളും പഠനങ്ങളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിനെ ശക്തിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.